കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോഷി ഇന്റഗ്രൽ തിയറം പറഞ്ഞു. ദാറ്റ് ഈസ് ഇന്റഗ്രേഷൻ വളരെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഷി ഇന്റഗ്രൽ തിയറം ഉപയോഗിക്കുന്നത്. ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, ഇന്റഗ്രൽ മോഡ് z ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1 ബൈ z dz ഇത് 0 ആണോ? ഇത് 0 ആണോ? മോഡ് z ഈക്വൽ ടു 1 ബൈ z dz ഈക്വൽ ടു 0, സോറി ഈക്വൽ ടു 0 ആണോ? ക്വസ്റ്റ്യൻ ആണ്, 0 ആണോ? നഫീദ നോക്കട്ടെ. മോഡ് z ഈക്വൽ ടു 1 പറഞ്ഞു കഴിഞ്ഞാല് ഷാമിൽ എന്താണ് മോഡ് z ഈക്വൽ ടു 1 പറഞ്ഞു കഴിഞ്ഞാല്? മോഡ് z ഈക്വൽ ടു 1 പറഞ്ഞു കഴിഞ്ഞാല് സെന്റർ 0യും സെന്റർ 0യും റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ, അതിന്റെ അകത്താണ് ഇവിടുത്തെ സിംഗുലർ പോയിന്റ്. 1 ഡിവൈഡ് ബൈ z ഡിനോമിനേറ്റർ 0 വന്നു കഴിഞ്ഞാൽ സിംഗുലർ പോയിന്റ്. അപ്പൊ ഇതിന്റെ അകത്താ വന്നുള്ളത്. therefore ഇത് 0 നമുക്ക് കോഷി ഇന്റഗ്രൽ ഉപയോഗിച്ച് പറയാൻ പറ്റില്ല. നഫീദ ക്ലിയർ അല്ലേ? അപ്പൊ 0 ക്ലിയർ ആണ്. ഇനി ഞാൻ ഇന്നെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു തിയറം, ദാറ്റ് ഈസ് ഒരു സിംഗുലർ പോയിന്റ് റീജിയൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം. ഒരു സിംഗുലർ പോയിന്റ് റീജിയൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിംഗുലർ പോയിന്റാ, ഇത് റീജിയൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം? അത് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ അതിന്റെ റിസൾട്ട് എഴുതാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ സി ക്ലോസ്ഡ് കർവ് ആണ്. f of z divided by z minus z naught into dz. അഥവാ ഈ z naught നമ്മുടെ റീജിയണിൽ, അതാണ് റീജിയൻ ഞാൻ ഇവിടെ വരയ്ക്കാം, ഇതാണ് റീജിയൻ, അതിന്റെ അകത്ത് z naught വന്നു. ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ നോക്കിയേ, z-ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ 0 ആയി. അഥവാ ഈ തന്നുള്ള ഫംഗ്ഷന്റെ, ഇത്രയും ഫംഗ്ഷന്റെ ഒരു സിംഗുലർ പോയിന്റ് ആണ് z naught. ഓക്കെ, f of z എന്താണ്? നമ്മുടെ റീജിയണിൽ അനലിറ്റിക് ആണെങ്കിൽ അതിന്റെ അകത്ത് ഒരു സിംഗുലർ പോയിന്റ് വരികയാണെങ്കിൽ ഇതിന്റെ ആൻസർ 2πi ഇൻറ്റു ഈ f of z naught. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. ഇനി ഞാൻ ഇത് വെച്ചിങ്ങടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇവിടെ f of z എന്താ? ഇവിടുത്തെ സിംഗുലർ പോയിന്റ് എന്തായിരുന്നു? ഇവിടുത്തെ സിംഗുലർ പോയിന്റ് z is equal to 0 ആയിരുന്നു. അത് നമ്മൾ നോക്കിയപ്പോൾ ഇതിന്റെ അകത്താ കിടക്കുന്നത്. ഇത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ 1 ഡിവൈഡ് ബൈ z എന്നല്ലേ, 1 ഡിവൈഡഡ് ബൈ z. പക്ഷെ ഇതെന്താണ്? കോൺസ്റ്റന്റ് എല്ലാം അനലിറ്റിക് ആണ്. That is the constant നമുക്ക് എന്ത് ചെയ്താം? That is f of z is equal to 1 പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ 1 plus 0 അയ്യ. That is u equal to 1, v equal to 0. അങ്ങനെയാണെങ്കിൽ ux എന്താ? 0. uy എന്താ? അതും 0. vx എന്താ? അതും 0. എല്ലാം 0 ആണ്. അപ്പൊ അനലിറ്റിക്കാ. അപ്പൊ കോൺസ്റ്റന്റ് എല്ലാം അനലിറ്റിക്കാ. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള പ്രകാരം ഈ f of z ന്റെ പകരം ഇവിടെ എന്താണ്? 1 ആ. f of z അനലിറ്റിക്കും, ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ ഇതിന്റെ മുകളിൽ ഈ ഡിനോമിനേറ്റർ, ദാറ്റ് ഈസ് ന്യൂമറേറ്ററിൽ എഴുതിയിട്ടുള്ള ഫംഗ്ഷൻ അനലിറ്റിക്കും z naught ഒരു സിംഗുലർ പോയിന്റും ആണെങ്കിൽ, അഥവാ ഒറ്റ സിംഗുലർ പോയിന്റ് ആണെങ്കിൽ, z naught ഇതിന്റെ ഒരു സിംഗുലർ പോയിന്റ് ആണെങ്കിൽ, f of z അനലിറ്റിക് ആണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ 2πi ഇൻറ്റു എന്നിട്ട് എന്ത് ചെയ്യും? ഈ f of z, ഇവിടെ എന്താണ് f of z? 1 അല്ലേ? ദാറ്റ് ഈസ് f of z കണ്ടുപിടിച്ചിട്ട് അതിലെന്ത് ചെയ്യും? തന്നിട്ടുള്ള പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ f of z 1 ആണ് അല്ലേ? therefore into 1 എന്ന് എഴുതി. ദാറ്റ് ഈസ് ഇതാണ് ആൻസർ 2πi. ക്ലിയർ ആണോ? ഒന്നും കൂടി പറയാം. ദാറ്റ് ഈസ് ഇതിന്റെ ഇക്വേഷൻ, ഇതിന്റെ ആൻസർ ഇതാണ്. ദാറ്റ് ഈസ് എന്തായിരിക്കണം? തന്നിട്ടുള്ള റീജിയണിൽ ഉള്ള ഒരു സിംഗുലർ പോയിന്റ് ആയിരിക്കണം z naught. തന്നിട്ടുള്ള റീജിയണിലെ ഒരു ഒറ്റ സിംഗുലർ പോയിന്റ് ആയിരിക്കും z naught. ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്ന ഫംഗ്ഷൻ f of z എന്തായിരിക്കണം? അനലിറ്റിക്കും ആവണം. ദാറ്റ് ഈസ് ഇങ്ങനെയാണെങ്കിൽ 2πi ഇൻറ്റു f of z naught ആണെന്ത്? നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഞാൻ ഒന്നുകൂടി എന്നാലും പറയാം. ഞാൻ പറയാം. ഇന്റഗ്രൽ മോഡ് z minus 1 ഈക്വൽ ടു 1/2. നെക്സ്റ്റ് z square divided by z minus 1, z square divided by z minus 1 dz. ഇതിന്റെ ആൻസർ എന്താ? അപ്പൊ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് എന്താണ് ഇതിലെ സിംഗുലർ പോയിന്റ്. രണ്ടാമത് നമുക്ക് അറിയേണ്ടത് എന്താണ് ഇവിടുത്തെ റീജിയൺ. മൂന്നാമത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് സിംഗുലർ പോയിന്റ് നമ്മുടെ റീജിയണിലാണോ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ താഴെ ദാറ്റ് ഈസ് z is equal to 1 ആണ് സിംഗുലർ പോയിന്റ്.
z ഈക്വൽ ടു 1 ആണ് സിംഗുലർ പോയിന്റ്. ഇനി നമ്മൾ റീജിയൻ വരച്ച് നോക്കി. റീജിയൻ നോക്കി കഴിഞ്ഞാൽ 1 സെന്ററും റേഡിയസ് 1/2 ദാറ്റ് ഈസ് 1/2 റേഡിയസ് ആയിട്ടുള്ള സർക്കിൾ. അപ്പൊ ഇത് 1/2 റേഡിയസ്. അപ്പൊ സിംഗുലർ പോയിന്റ് ഏതാണ്? 1 ആണ്. അത് നമ്മുടെ റീജിയന്റെ അകത്താണ് കിടക്കുന്നത്. പക്ഷെ മുകളിൽ എന്താണ്? ഇത് പോളിനോമിയൽ ഫംഗ്ഷനാണ്. അപ്പൊ ഇതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് സെഡ് എന്താ? എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ആണ്. എന്താണ് സിംഗുലർ പോയിന്റ്? സെഡ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് സിംഗുലർ പോയിന്റ് ഞാൻ സെഡ് നോട്ട് എന്ന് ഡിഫൈൻ ചെയ്യാണ്. കാരണം സെഡ് നോട്ട് ആണ് ഇവിടെ നമ്മൾ സിംഗുലർ പോയിന്റ് ആക്കുന്നത്. അപ്പൊ സെഡ് നോട്ട് എന്താണ്? 1 ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് സെഡ് നോട്ട് എന്താ? എഫ് ഓഫ് സെഡ് സെഡ് സ്ക്വയർ ആണ്. therefore എഫ് ഓഫ് സെഡ് നോട്ട് എന്താ? 1 സ്ക്വയർ ആണ്. അപ്പൊ ഇത് എന്താ? അനലിറ്റിക് ആണ്. ഈ ഒറ്റ സിംഗുലർ പോയിന്റേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇതിന്റെ ആൻസർ എന്താണ്? 2πi into എഫ് ഓഫ് സെഡ് നോട്ട് ദാറ്റ് ഈസ് 1. ഇതാണ് ആൻസർ. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1 divided by z minus 1 into z minus 2 integral mod z minus 1/2 equal to 1/2 dz. ഇതിന്റെ ആൻസർ എന്താ? ഇതിന്റെ ആൻസർ അപ്പൊ നമ്മൾ ഫസ്റ്റ് അറിയേണ്ടത് എന്തൊക്കെയാണ് സിംഗുലർ പോയിന്റ്. ദാറ്റ് ഈസ് z ഈക്വൽ ടു z നോട്ട് ഈക്വൽ ടു 1 ഒരു സിംഗുലർ പോയിന്റ്, z നോട്ട് ഈക്വൽ ടു 2 വേറൊരു സിംഗുലർ പോയിന്റ്. ഇവിടെ ഇനി നമുക്കറിയേണ്ട റീജിയൻ ഏതാണ്? ദാറ്റ് ഈസ് റീജിയൻ നോക്കുമ്പോൾ 1/2 സെന്റർ 1/2 റേഡിയസ്. ഏതിലൂടെ പോവാം? ഇതിലൂടെ എങ്ങനെ പോകും അല്ലെ? ദാറ്റ് ഈസ് 1ലൂടെ പാസ് ചെയ്യുന്നുണ്ട്. therefore 1ഉം കൂടി നമ്മുടെ റീജിയന്റെ അകത്ത് വന്നു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യനെ ഇങ്ങനെ മാറ്റി എഴുതാം അല്ലെ? ഇവിടെ ഏതൊക്കെയാണ് സിംഗുലർ പോയിന്റ്? 1 അത് നമ്മുടെ റീജിയനിലാണ് വരുന്നത് അല്ലെ? ദാറ്റ് ഈസ് അടുത്ത 2 പുറത്തൊക്കെ എടുക്കുക. അപ്പൊ ഒന്ന് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം 1 divided by z minus 2 divided by z minus 1 ഇങ്ങനെ എഴുതാം dz. കാരണം ഇതെന്താണ്? ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 1 divided by z minus 2 divided by z minus 1 ഇത് ഇങ്ങനെ തന്നെ എഴുതുക അല്ലെ? divided by 1 എഴുതി കഴിഞ്ഞാൽ 1 divided by z minus 2 into 1 divided by z minus 1 ദാറ്റ് ഈസ് ഇതന്നെ എഴുതും. അപ്പോൾ ഇത്തരം കേസസിൽ നമ്മൾ എന്ത് ചെയ്യും? ദാറ്റ് ഈസ് ഏതാണോ സിംഗുലർ പോയിന്റ് വരുന്ന ടേമിനെ നമ്മൾ ഡിനോമിനേറ്റർ എഴുതും. മറ്റേത് ന്യൂമറേറ്ററിലേക്ക് മാറ്റി എഴുതാൻ നോക്കും. ഇങ്ങനെ എഴുതും. അല്ലെങ്കിൽ ന്യൂമറേറ്ററിലേക്ക് ഇവിടെ എഴുതല്ല, 1 divided by എന്ന് എഴുതും. അപ്പൊ ഇവിടെ നോക്കി തന്നിട്ടുള്ള ഫംഗ്ഷൻ 1 divided by z minus 2 എന്നുള്ളത് സിംഗുലർ പോയിന്റ് അനലിറ്റിക്ക. കാരണം 2 ഇവിടെ കിടക്കുന്നത്. നമ്മുടെ റീജിയൻ നോക്കുമ്പോൾ ഇതെന്താണ്? അനലിറ്റിക്ക. That is 1 divided by z minus 2 എന്നുള്ളത് അനലിറ്റിക് ആണ്. നമ്മുടെ റീജിയണൽ അനലിറ്റിക് ആണ്. ദാറ്റ് ഈസ് നമ്മുടെ സിംഗുലർ പോയിന്റ് z is equal to 1 ആണ്. therefore ആൻസർ എന്താണ്? ഒന്ന് പറഞ്ഞേ നഫീദ്, ഒന്ന് പറഞ്ഞേ ആൻസർ എന്താ? 2πi into ഇവിടെ 1 ആട്ടോ, ഇത് സോറി ഇത് 2 ആണ്. 2πi into ഇവിടുത്തെ എഫ് ഓഫ് സെഡ് എന്താണ്? എഫ് ഓഫ് സെഡ് is equal to 1 divided by z minus 2 ആണ് അല്ലെ? അവിടെ 1 ആണ് നമ്മുടെ സിംഗുലർ പോയിന്റ്. റീജിയന്റെ അകത്ത് 1 വന്നുള്ളത്. therefore z-ന് എന്ത് ചെയ്യും? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/1 minus 2 that's equal to -1. that is 2πi into f of z naught that's equal to -2πi എന്ന് എഴുതാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഷാമില ക്ലിയർ ആണോ? ഓക്കെ നിത്യ, ഒന്നുകൂടി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം പറയാം. ഒരു സിംഗുലർ പോയിന്റ് നമ്മുടെ റീജിയണിൽ ഇന്നലെ നമ്മൾ കുറെ കാര്യം പഠിച്ചു. നമ്മുടെ റീജിയണിൽ ഒരു സിംഗുലർ പോയിന്റ് വന്നിട്ടില്ലെങ്കിൽ, സിംഗുലർ പോയിന്റ് ഒക്കെ പുറത്താണെങ്കിൽ ഇന്റഗ്രൽ എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0 ആണ് അല്ലെ? സി നമ്മുടെ കർവ് ക്ലോസ്ഡ് കർവ് ആയിരിക്കണം. അതുപോലെ തന്നെ ആ കർവിന്റെ അകത്ത് നമ്മുടെ റീജിയണിൽ തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് അനലിറ്റിക് ആണെങ്കിൽ ഇന്റഗ്രൽ കോഷി ഇന്റഗ്രൽ തിയറം പ്രകാരം ഇതെന്താണ്? 0 ആണ്. ഇനി ഒരു സിംഗുലർ പോയിന്റ് നമ്മുടെ അകത്ത് വന്നാൽ ദാറ്റ് ഈസ് തൊട്ട് മുന്നത്തെ ദാറ്റ് ഈസ് ഇന്റഗ്രൽ 1 divided by ദാറ്റ് ഈസ് ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാ. ഒരു സിംഗുലർ പോയിന്റ് ദാറ്റ് ഈസ് 1/z dz ദാറ്റ് ഈസ് mod z ഈക്വൽ ടു 1. ദാറ്റ് ഈസ് 1 യൂണിറ്റ് ആയിട്ടുള്ള ഒരു സർക്കിള്. ആ സർക്കിളിന്റെ അകത്താണ് നമ്മുടെ സിംഗുലർ പോയിന്റ്. therefore ഇത് 0 അല്ല അല്ലെ? കാരണം കംപ്ലീറ്റ് അനലിറ്റിക് ആണെങ്കിലാണ് നമ്മുടെ റീജിയണൽ നമ്മൾ ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ അത് 0 വരിക. അപ്പൊ ഇങ്ങനത്തെ ഒരു സിംഗുലർ പോയിന്റ് നമ്മുടെ അകത്ത് വരികയാണെങ്കിൽ ആൻസർ ഇതാണ്. ദാറ്റ് ഈസ് ഞാൻ ഇങ്ങനെ ജനറൽ ആയി എഴുതാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ സി ഈ എഫ് ഓഫ് സെഡ് മുകളിൽ എന്തോ ഫംഗ്ഷൻ ആയിക്കോട്ടെ, താഴെ ഒരു സിംഗുലർ പോയിന്റ് ദാറ്റ് ഈസ് ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാ z മൈനസ് z നോട്ട്. ഇവിടുത്തെ സിംഗുലർ പോയിന്റ് ഏതാ?
ദാറ്റ് ഈസ് സെഡിന് സെഡ് നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 വരും. അപ്പോൾ ഇവിടുത്തെ സിംഗുലർ പോയിന്റ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് നോട്ടാ. അപ്പോൾ സിംഗുലർ പോയിന്റ് എന്താണ്? സെഡ് ഈക്വൽ ടു സെഡ് നോട്ട്. ദാറ്റ് ഈസ് ഇതിന്റെ ആൻസർ ഈക്വൽ ടു 2πi ഇൻറ്റു ഈ എഫ് ഓഫ് സെഡ് ഉണ്ടല്ലോ അതിൽ ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 2πi ഇൻറ്റു എഫ് ഓഫ് സെഡ് നോട്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എന്തായിരിക്കണം? ഈ എഫ് ഓഫ് സെഡ് ന്യൂമറേറ്ററിലെ എഫ് ഓഫ് സെഡ് നമ്മുടെ റീജിയണിൽ അനലിറ്റിക് ആയിരിക്കണം. അപ്പോഴേ, കാരണം അനലിറ്റിക് അല്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതിനും ഒരു സിംഗുലർ പോയിന്റ് ഉണ്ടെന്നാ. അപ്പൊ 2 സിംഗുലർ പോയിന്റ് വരും. ഒരു സിംഗുലർ പോയിന്റ് മാത്രമാണെങ്കിൽ നമുക്ക് ആൻസർ ഇതാണ്. ദാറ്റ് ഈസ് ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇവിടെ എഫ് ഓഫ് സെഡ് എന്താ? എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1 ആണ്. therefore 2πi ഇൻറ്റു 1 എന്ന് വരും. ദാറ്റ് ഈസ് ആൻസർ 2πi ആണ്. ഇനി കുറച്ചും കൂടി എക്സാമ്പിൾസ് ചെയ്യാം. 1 ഡിവൈഡഡ് ബൈ z സ്ക്വയർ പ്ലസ് 1 മോഡ് z ഈക്വൽ ടു 1. സോറി, മോഡ് ഞാൻ ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് മോഡ് z പ്ലസ് i ഈക്വൽ ടു 1/2 dz. ആൻസർ എന്തായിരിക്കും? ഫസ്റ്റ് എന്താണ് സിംഗുലർ പോയിന്റ്? ദാറ്റ് ഈസ് z സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 വരാൻ പാടില്ല അല്ലെ? ദാറ്റ് ഈസ് z സ്ക്വയർ ഈക്വൽ ടു -1 വരാൻ പാടില്ല. അപ്പൊ z സ്ക്വയർ ദാറ്റ് ഈസ് z is equal to പ്ലസ് ഓർ മൈനസ് റൂട്ട് -1 വരാൻ പാടില്ല. ദാറ്റ് is equal to പ്ലസ് ഓർ മൈനസ് i. ഇതാണ് സിംഗുലർ പോയിന്റ് അല്ലെ? ദാറ്റ് ഈസ് പ്ലസ് ഐയും മൈനസ് ഐയും വരുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് അല്ല. അപ്പോൾ ഐയും മൈനസ് ഐയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഐ ഇതാണ്, മൈനസ് ഐ ഇതാണ്. ഇനി ചെക്ക് ചെയ്യാം ഏതാണ് നമ്മുടെ റീജിയൺ. റീജിയൻ -i സെന്ററും, കാരണം ഇതിനെ നമുക്ക് സാധാരണ ഇങ്ങനെ എഴുതാം, മോഡ് z മൈനസ് z നോട്ട് ഈക്വൽ ടു r എന്നാണ് എഴുതാറ്. ദാറ്റ് ഈസ് ഇവിടെ സെന്റർ z നോട്ട് റേഡിയസ് r. അപ്പോൾ മോഡ് z മൈനസ് i ഈക്വൽ ടു 1/2 എന്ന് എഴുതേണ്ടി വരും പ്ലസ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ -i സെന്ററും റേഡിയസ് 1/2. അപ്പോൾ therefore നമ്മുടെ ഈ സിംഗുലർ പോയിന്റ് ഇത് രണ്ടുമായിരുന്നു. പക്ഷേ ഇത് നമ്മുടെ പുറത്തായതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമല്ല. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? മോഡ് z പ്ലസ് i ഈക്വൽ ടു 1/2 1 ഡിവൈഡഡ് ബൈ ഇങ്ങനെ എഴുതി കൂടെ z മൈനസ് z പ്ലസ് i ഇൻറ്റു z മൈനസ് i എന്ന് എഴുതാം അല്ലേ? ഇത് ഗുണിച്ച് നോക്കി, കാരണം ഇതാ റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ടേമിലാക്കി നമുക്ക് എന്ത് ചെയ്യാം? പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ പറ്റും. z പ്ലസ് i ഇൻറ്റു z മൈനസ് i എന്ന് എഴുതാം അല്ലേ? ഇത് ഗുണിച്ച് നോക്കി, ദാറ്റ് ഈസ് z പ്ലസ് i ഇൻറ്റു z മൈനസ് i എന്താ വരാം? z ഇൻറ്റു z ദാറ്റ് ഈസ് z സ്ക്വയർ, z ഇൻറ്റു മൈനസ് i ദാറ്റ് ഈസ് മൈനസ് iz ദാറ്റ് ഈസ് പ്ലസ് iz. നെക്സ്റ്റ് i ഇൻറ്റു i -1 മൈനസ് പ്ലസ് 1 ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് z സ്ക്വയർ പ്ലസ് 1. അപ്പോൾ z സ്ക്വയർ പ്ലസ് 1 നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ? ഇൻറ്റു dz. ഇനി ഇതിൽ ഒരു ടേം അനലിറ്റിക്കാ. ദാറ്റ് ഈസ് z is equal to എപ്പോഴാണ് വരിക? z is equal to -i. ഈ ടേമേ പ്രശ്നമുള്ളൂ. ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് ഇന്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ z മൈനസ് i ഓൾ ഡിവൈഡഡ് ബൈ z പ്ലസ് i എന്ന് എഴുതാം dz. കാരണം ഇതെന്താ ഇവിടെ പ്രശ്നമില്ല. ഇവിടെ എന്താണ്? z is equal to i കൊടുക്കാം. z is equal to i നമ്മുടെ പുറത്താണ് കിടക്കുന്നത്. therefore നമ്മുടെ റീജിയനിൽ -i ആണ് പ്രശ്നം വരുന്നത്. അപ്പൊ ഇവിടെ -i വരുമ്പോഴാണ് ഇവിടെ ഡിനോമിനേറ്റർ 0 വരിക. ഇവിടെ നമ്മുടെ റീജിയനിൽ i ഇല്ല. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ നോക്കി, ഈ ഫംഗ്ഷൻ നമ്മുടെ റീജിയനിൽ എന്താണ്? അനലിറ്റിക്കാ. കാരണം നമ്മുടെ റീജിയനിൽ ഒരിക്കലും i നമ്മൾ കൊടുക്കാൻ പോണില്ല. i പുറത്താണ് കിടക്കുന്നത്. ഇതാണ് നമ്മുടെ റീജിയൻ. അപ്പൊ ഇതാണ് എഫ് ഓഫ് സെഡ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം? എഫ് ഓഫ് സെഡ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു സിംഗുലർ പോയിന്റ് മാത്രമേ ഉള്ളൂ. ഏതാണ് സിംഗുലർ പോയിന്റ്? ദാറ്റ്സ് ഈക്വൽ ടു -i. അപ്പൊ നമ്മൾ ചെയ്യും ആൻസർ എന്തായിരിക്കും? ദാറ്റ് ഈസ് ആൻസർ ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 2πi ഇൻറ്റു എഫ് ഓഫ് z നോട്ട്. ദാറ്റ് ഈസ് 2πi ഇൻറ്റു എന്താണ് എഫ് ഓഫ് സെഡ്? ഈ മുകളിൽ കിടക്കുന്നതാണ് എഫ് ഓഫ് സെഡ്. ദാറ്റ് ഈസ് നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്, ഇന്റഗ്രൽ എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ z മൈനസ് z നോട്ട് dz. മുകളിൽ കിടക്കുന്ന ഫംഗ്ഷൻ ആണ് ഈ എഫ് ഓഫ് സെഡ്. അപ്പൊ ഇവിടെ എഫ് ഓഫ് സെഡ് ചെയ്താ ആ സെഡിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? z നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്താണ് z നോട്ട്? -i അല്ലെ? z നോട്ട് -i ആണ്. therefore എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ -i ദാറ്റ്സ് ഈക്വൽ 1 ഡിവൈഡഡ് ബൈ -2i എന്ന് വരും. ദാറ്റ് ഈസ് ആൻസർ 1 ഡിവൈഡഡ് ബൈ -2i. 2 ക്യാൻസൽ ചെയ്യാം, i ക്യാൻസൽ ചെയ്യാം. ഫൈനൽ ആൻസർ -π. ക്ലിയർ ആണോ? നഫിദ ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ശ്യാമല, ക്ലിയർ ആണ്. നിത്യ
ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് വരികയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഒരു പോയിന്റ്, ഒരു സിംഗുലർ പോയിന്റ് മാത്രം നമ്മുടെ റീജിയൻ ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഇനി നമ്മൾ ജനറൽ ചെയ്ത് പോകൊണ്ട് 2 ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, 3 ആണെങ്കിലും ചെയ്യാൻ പറ്റും, അങ്ങനെ എത്രയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അത് ഇവാലുവേറ്റ് ചെയ്യാം. നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഇതാണ് ഞാൻ ഇനി നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാം. കോഷി ഇന്റഗ്രൽ ഫോർമുല, ഇതാണ് ഞാൻ പറഞ്ഞത്. കോഷി ഇന്റഗ്രൽ ഫോർമുല, കോഷി ഇന്റഗ്രൽ ഫോർമുല. ദാറ്റ് ഈസ് ലെറ്റ് ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് ലെറ്റ് EF be analytic everywhere, within and on symbol closed, within and on symbol closed contour, that is curve contour C, taken the positive sense, that is anti-clockwise direction. If Z0 is any point interior to C, then f of Z0 equal to 1 divided by 2 pi I close integral over C f of Z divided by Z minus Z0 dz. അഥവാ ഞാൻ ഇതിനെ ഇങ്ങോട്ട് എഴുതിയെന്നുള്ളൂ അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം, ഇന്റഗ്രൽ ക്രോസ് ഇന്റഗ്രൽ ഓവർ സി f of z divided by z minus z0 dz, this equal to എന്ത് ചെയ്താൽ മതി, 2 pi I into f of z0 ചെയ്താൽ മതി. ഒന്നും കൂടി പറയാം, നമുക്കൊരു റീജിയൻ ഉണ്ട്, ദാറ്റ് ഈസ് XY പ്ലെയിനിൽ എടുത്തു. ദാറ്റ് ഈസ് XY പ്ലെയിനിൽ നമുക്കൊരു റീജിയൻ ഉണ്ട്. ആ റീജിയന്റെ അകത്ത്, ദാറ്റ് ഈസ് ഇതാണ് റീജിയൻ. ഈ റീജിയന്റെ അകത്ത് എഫ് ഓഫ് സെഡ്, ഈ മുകളിൽ എഴുതിയിട്ടുള്ള ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. അതുപോലെ തന്നെ Z0 എന്നുള്ളത് ഇതിന്റെ അകത്തുള്ള ഒരു സിംഗുലർ പോയിന്റ് ആണെങ്കിൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് Z0 dz. ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 2 pi I ഇൻറ്റു ഈ സിംഗുലർ പോയിന്റ് എടുത്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ എടുത്ത് എന്ത് ചെയ്യുക, 2 pi I കൊണ്ട് ഇൻറ്റു ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാണ്. മോഡ് സെഡ് ഇന്റഗ്രൽ ഓവർ സി, ദാറ്റ് ഈസ് മോഡ് സെഡ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ സെഡ് മൈനസ് 1/2 dz. ആൻസർ എന്താ? പെട്ടെന്ന് പറയണം. ആൻസർ എന്താ വരിക? എന്ത് വരും നിത്യ? ആൻസർ എന്ത് വരും? ഞാൻ നോക്കട്ടെ, ഞാൻ ഇടയ്ക്കൊന്നും ഞാൻ ഒന്നുകൂടി കുറച്ച് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാം. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ റീജിയൻ നോക്കുക. റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് സർക്കിൾ ആണ്. യൂണിറ്റ് സർക്കിളിന്റെ അകത്താണ് ഇവിടെ സിംഗുലർ പോയിന്റ് ഇത് വരിക. ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ് ആണ് സിംഗുലർ പോയിന്റ്. അപ്പോൾ z ഈക്വൽ ടു 1/2 കൊടുത്തു കഴിഞ്ഞാൽ 0 വരും. അപ്പോൾ 1/2, ദാറ്റ് ഈസ് ഇതാണ് സിംഗുലർ പോയിന്റ്. ദാറ്റ് ഈസ് നമ്മുടെ അകത്ത് വരുന്നത്. പക്ഷെ ഒറ്റയൊന്നേ ഉള്ളൂ അല്ലെ, ഒരു സിംഗുലർ പോയിന്റ് മാത്രമേ ഉള്ളൂ. എന്നാണ് എഫ് ഓഫ് സെഡ്. എഫ് ഓഫ് സെഡ് എടുത്തു കഴിഞ്ഞാൽ ഈ മുകളിൽ എടുത്തിട്ടുള്ള ഫംഗ്ഷനാണ് നമ്മൾ എഫ് ഓഫ് സെഡ്. ഈ ഒരു കോഷി ഇന്റഗ്രൽ ഫോർമുലയിൽ എഫ് ഓഫ് സെഡ് പറയുന്നത് ഇതിന്റെ മുകളിലത്തെ ടേം ആണ്, അത് 1 ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ആൻസർ 2 pi, കാരണം ഒന്നേ ഉള്ളൂ. ആ ഒന്നേ ഉള്ളൂ, ദാറ്റ് ഈസ് 2 pi I ഇൻറ്റു ഇവിടെ സെഡിന്റെ സ്ഥാനത്ത് 1/2 കൊടുക്കുക. ഇവിടെ സെഡ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എന്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ, 1. ദാറ്റ് ഈസ് ഇതാണ് ആൻസർ. നിത്യ മനസ്സിലായോ? ഓക്കെ, ഞാൻ ഇവിടെ 1/3 കൊടുത്തു കഴിഞ്ഞാൽ എന്താ ആൻസർ വരിക? 1/3 കൊടുത്തു കഴിഞ്ഞാൽ എന്താ ആൻസർ വരിക? അപ്പോഴും 2 pi അപ്പോഴും ഇതേ പ്രോപ്പർട്ടിയാണ്. കാരണം എന്താ, ഒരു സിംഗുലർ പോയിന്റ് മുകളിലത്തെ അതേപോലെ തന്നെ. ഇനി ഇവിടെ ഞാൻ 1/4 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? 1/4 കൊടുത്തു കഴിഞ്ഞാല് അപ്പോഴും അതന്നെ വരിക. ഓക്കെ, ഞാൻ ഇവിടെ 1/5 കൊടുത്ത്, ഇവിടെ 1/5 കൊടുത്തു, ഇവിടെ ഞാൻ z കൊടുത്തു. അപ്പൊ എന്താ ആൻസർ വരിക? ഞാൻ ഒന്നും കൂടി പറയാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഈ റിസൾട്ട് ഇതാണ്. ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ്
ഡിവൈഡഡ് ബൈ z മൈനസ് z നോട്ട് ഡി സെഡ്. തന്നുള്ള ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ ഇതിന്റെ ആൻസർ ഇതാണ് 2πi ഇൻറ്റു എഫ് ഓഫ് z നോട്ട്. അങ്ങനെയാണെങ്കിൽ ഇതെന്താ നിത്യ എന്താ വരിക? ഇവിടെ z ആണ്, മുകളിൽ z ആണ്. ഇവിടെ എഫ് ഓഫ് സെഡ് സെഡ് അല്ലേ? എഫ് ഓഫ് z z ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് z നോട്ട് എന്താണ് ഇവിടെ? എഫ് ഓഫ് z നോട്ട് ദാറ്റ് ഈസ് 1/5 ആണ് അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് z ആണെങ്കിൽ എഫ് ഓഫ് 1/5 വരും. ദാറ്റ് ഈസ് ഇതിന്റെ കൂടെ എന്ത് ചെയ്യും? 1/5 ഗുണിക്കേണ്ടി വരും. ദാറ്റ് ഈസ് 2/5 പൈ ഐ എന്ന് വരും. ക്ലിയർ ആണോ? ക്ലിയർ. നഫിദ ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും മാറ്റാൻ പോവാണ് ഇതിന്റെ ആൻസർ. കാരണം ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമുള്ളൂ കേട്ടോ, അല്ലാതെ ഞാൻ ഒരു നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചൊരു ക്ലാസ് എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഈ ഒരു സെക്ഷന് ഇങ്ങനെ എടുത്തിട്ടേ കാര്യമുള്ളൂ. നെക്സ്റ്റ് അടുത്തത് 1/z മൈനസ് 1/9. ആൻസർ എന്താണ് നഫിദ? 1/z മൈനസ് 1/9 എന്താ ആൻസർ? പെട്ടെന്ന് നോക്ക്. ആൻസർ എന്താ? എഫ് ഓഫ് സെഡ് 1 ആണ്. പിന്നെ എഫ് ഓഫ് സെഡ് നോട്ട് എങ്ങനെയാണ് കണ്ടീന്? എഫ് ഓഫ് z 1 ആണ്. z നോട്ട് എന്താ? z നോട്ട് 1/9. 1/9. എഫ് ഓഫ് z 1 ആണ് എന്താ? z എന്തോ ആയിക്കോട്ടെ, എഫ് ഓഫ് z 1 എന്നാ കോൺസ്റ്റന്റാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 1/9 എന്തായിരിക്കും? z എന്തോ ആയിക്കോട്ടെ, ഇവിടെ z നെ ഡിപ്പെൻഡ് ചെയ്യണമില്ല, എന്ത് കൊടുത്തു കഴിഞ്ഞാലും 1 ആ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 1/9 വരുമോ? എഫ് ഓഫ് 1/9 കൊടുത്തു കഴിഞ്ഞാലും 1 വരും. കാരണം ഇവിടെ z ഇവിടെ വരുന്നില്ലല്ലോ. z ഉണ്ടെങ്കിലല്ലേ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ z ഉണ്ടോ? ഓക്കെ, ആൻസർ എന്ത് വരും? അപ്പൊ 2πi i into 1. അപ്പൊ 2πi i എന്നല്ലേ വരിക? i തന്നെ വരും. ക്ലിയർ ആണോ? ഞാൻ ഇവിടെ മാറ്റിയിട്ട് ഇവിടെ മാറ്റി ഞാൻ 2 കൊടുക്കാൻ പോവാ. അപ്പൊ ആൻസർ എന്താ? 2 ആൻസർ എന്ത് വരും? നഫീദ് ഒന്നും കൂടി പറഞ്ഞ ആൻസർ എന്ത് വരും? റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ ആണ്. മോഡ് z ഈക്വൽ ടു 1 ആണ്. നഫീദ ആൻസർ എന്താ? അപ്പൊ 4πi ആണ് വരിക. എങ്ങനെ കിട്ടിയേ? 4πi എങ്ങനെ കിട്ടിയേ? നമ്മൾ ഫസ്റ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? റീജൻ ഏതാ നോക്കണം. റീജിയൻ 1 യൂണിറ്റ് 0 സെന്ററും 1 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ. 1 റേഡിയസ് ഉള്ള സർക്കിൾ അല്ലേ? 1 റേഡിയസ് സർക്കിൾ. ഇനി നമ്മുടെ സിംഗുലർ പോയിന്റ് ഏതാ? സിംഗുലർ പോയിന്റ് 2. ആ 2 പുറത്താണോ അകത്താണോ? 2 പുറത്താണ്. പുറത്താണെങ്കിൽ എന്ത് വരും? പുറത്തല്ലേ? പുറത്താണ്. ഇതാ 1 പുറത്താണ്. പുറത്താണെങ്കിൽ ആൻസർ എന്താ? പുറത്താണെങ്കിൽ നമ്മൾ ഇന്നലെ പഠിച്ചു, ഇത് അനലിറ്റിക് ആയി. നമ്മുടെ റീജന്റെ ആദ്യത്തെ ഒരു പ്രശ്നം. അപ്പൊ എന്തായി? അപ്പൊ ആൻസർ എന്താ? ആൻസർ 0. നമ്മൾ പഠിച്ചില്ലേ ഇന്നലെ ക്ലാസ് പഠിച്ചു? ഒരു ഫംഗ്ഷൻ ഒരു റീജന്റെ അകത്ത്, ക്ലോസ്ഡ് റീജന്റെ അകത്ത് ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആയിരിക്കും. കംപ്ലീറ്റ് ക്ലിയർ ആണോ? ക്ലിയർ ആയി. ഓക്കെ, ദാറ്റ് ഈസ് അടുത്ത ക്വസ്റ്റ്യൻ. മോഡ് z ഈക്വൽ ടു 2 1/z മൈനസ് 1/2 ഇൻറ്റു z പ്ലസ് 6 dz. ഇതിന്റെ ആൻസർ എന്താ? ഷാമില ഇതിന്റെ ആൻസർ എന്താ വരിക?
വീണ്ടും പറയാം. ഫസ്റ്റ് ഏതൊക്കെ സിംഗുലർ പോയിന്റ് നോക്കാം. z is equal to 1/2 സിംഗുലർ പോയിന്റ്, z is equal to 6 സിംഗുലർ പോയിന്റ്. നമ്മുടെ റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ദാറ്റ് ഈസ് മോഡ് z is equal to 2 ആണ്. സെന്റർ 0യും 2 റേഡിയസ് ഉള്ള സർക്കിൾ, 2 റേഡിയസ് ഉള്ള സർക്കിൾ. അതിലെ 1/2 എന്തായാലും അകത്താ കിടക്കുന്നത്. ദാറ്റ് ഈസ് 1/2. -6 അല്ലേ ഏരിയ? 1/2 -6 അല്ലേ ഏരിയ? ശരി, -6. താങ്ക് യു. -6. ആ -6 എന്താണ് പുറത്താ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്ത് വരും? ദാറ്റ് ഈസ് ഒരു സിംഗുലർ പോയിന്റേ ഉള്ളൂ. ഒരു സിംഗുലർ പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ സിംഗുലർ പോയിന്റ് ഏതാണ്? ഈ ടേം ആണ് സിംഗുലർ പോയിന്റ് വരുന്നത്. therefore നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. that is integral mod z is equal to 2 1 divided by z plus 6 all divided by z minus 1/2. ഇത് മുകൾക്ക് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരിക. അപ്പോൾ ഇങ്ങനെ ആയി അല്ലേ, ഇൻറ്റു ഡി സെഡ്. ഇപ്പൊ തൊട്ട് മുന്നത്തെ പോലത്തെ ഒരു ഇക്വേഷൻ ആയി. കാരണം ഇതാണ് എഫ് ഓഫ് സെഡ്. ഈ എഫ് ഓഫ് സെഡ് എന്താണ്? ഇത് നമ്മുടെ റീജിയണൽ അനലിറ്റിക് ആണ്. അപ്പൊ എഫ് ഓഫ് സെഡ് എന്താ? എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1 divided by z plus 6. z നോട്ട് പറഞ്ഞ പോയിന്റ് ഏതാ? 1/2. therefore ഇതിന്റെ ആൻസർ എന്താ? 2πi into എഫ് ഓഫ് സെഡ് നോട്ട്. ദാറ്റ് ഈസ് എഫ് ഓഫ് സെഡ് നോട്ട് z ന്റെ സ്ഥാനത്ത് 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. therefore എന്ത് വരും? ദാറ്റ്സ് ഈക്വൽ ടു 1 divided by 1/2 plus 6. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? 14/2 എത്ര വരും? ദാറ്റ് ഈസ് 13/2 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് 1 divided by 13/2. ദാറ്റ് ഈസ് 2/13 എന്ന് വരും. ദാറ്റ് ഈസ് 2πi into 2/13. ദാറ്റ്സ് ഈക്വൽ ടു 4πi divided by 13. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ, നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പോഴും ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇന്റഗ്രൽ എഫ് ഓഫ് സെഡ് ഡി സെഡ് ഓവർ സി വേർ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ മൈനസ് 1 divided by സെഡ് സ്ക്വയർ പ്ലസ് 1. സി എന്താണ്? ഒന്നാമത്തെ സി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സി mod z equal to 1/2. second question c mod z minus I equal to 1. third question c mod z equal to 2. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. ഇന്റഗ്രൽ mod z is equal to 1/2 z സ്ക്വയർ മൈനസ് 1 divided by z സ്ക്വയർ പ്ലസ് 1 dz. ഇവിടെ മുകളിലത്തെ പോളിനോമിയൽ ആണ്, മുകളിലത്തെ ടേം അനലിറ്റിക്കാ. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ സിംഗുലർ പോയിന്റ് ഏതൊക്കെയെന്ന് അറിയണം. ഏതാണ് സിംഗുലർ പോയിന്റ്? z സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 1 പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ പോയിന്റ് ഏതാ? ദാറ്റ് ഈസ് z സ്ക്വയർ ഈക്വൽ ടു -1 എന്ന് വരും. ദാറ്റ് ഈസ് z ഇസ് ഈക്വൽ ടു ഐയും വരും -iയും വരും. ഇനി നമുക്കറിയേണ്ട റീജിയൻ ഏതാ എന്നറിയണം. റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്? 1/2 സെന്ററും സെന്റർ 0യും 1/2 റേഡിയസും ആയിട്ടുള്ള സർക്കിൾ ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ? നിത്യ, ഇതിന്റെ ആൻസർ എന്താ? ഞാൻ നോക്കട്ടെ. നഫിദ പറയാൻ പറ്റുമോ? ആർക്കെടുക്കും? ഷാമില? 0 അല്ലേ? 0 ആണ് നിത്യ, 0 ആണ്. കാരണം നോക്ക്, നമ്മുടെ റീജ് ആകെ 1/2 അല്ലേ. സോറി, നമ്മള് ഈ ഐയും -i ആണ് നമ്മുടെ സിംഗുലർ പോയിന്റ്. അത് രണ്ടും ഇതിന്റെ പുറത്തല്ലേ. ഇവിടുത്തെ സിംഗുലർ പോയിന്റ് ഏതാണ്? ഐയും -i ആണ്. അത് ഇതിന്റെ പുറത്താണ്. പുറത്താണെങ്കിൽ ഇത് 0 ആണ്. ചെക്ക് ചെയ്യേണ്ടത് എന്താണ് സിംഗുലർ പോയിന്റ് നോക്കുക. അത് നമ്മുടെ അകത്താണോ പുറത്താണോ? രണ്ടും അകത്താണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടില്ല. പക്ഷെ രണ്ടും പുറത്താണെങ്കിൽ 0 ആണ്. ഇനി ഒന്ന് അകത്താണെങ്കിലോ? അതും നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഈ ഇന്റഗ്രൽ മോഡ് z മൈനസ് I ഈക്വൽ ടു 1 z സ്ക്വയർ മൈനസ് 1 divided by z സ്ക്വയർ പ്ലസ് 1 dz. എങ്ങനെ വരും നഫിദ? ആൻസർ എന്ത് വരും? ഇവിടെ സിംഗുലർ പോയിന്റ് സെയിം തന്നെ, കാരണം ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് കോമൺ ആയിരുന്നു. സിംഗുലർ പോയിന്റ് ഐയും -i. ഇനി ഇവിടെ കർവ് വ്യത്യാസം വന്നിട്ടുണ്ട്. കർവ് പറഞ്ഞു കഴിഞ്ഞാൽ I സെന്ററും 1 റേഡിയസും. ദാറ്റ് ഈസ് ഇങ്ങനെ വരുന്നത്. ഇതാണ് എന്ത് ഇപ്പത്തെ
ദാറ്റ് ഈസ് ഐ ഇമാജിനറി പാർട്ടിലെ നമ്പേഴ്സ് ആണ് y ആക്സിലെ നമ്പേഴ്സ് ആണ് ഇമാജിനറി പാർട്ടിലെ, അതേപോലെ നെഗറ്റീവ് y ആക്സിൽ ആണ് നെഗറ്റീവ് ഇമാജിനറി നമ്പേഴ്സ്, ദാറ്റ് ഈസ് -i -2i എക്സെട്ര. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഐയും -iയും സിംഗുലർ പോയിന്റ്, അതിലെ -i നമ്മുടെ പുറത്താണ്, ഒരു പോയിന്റ് മാത്രം അകത്ത്. therefore ഇതിനെ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് mod z - i z സ്ക്വയർ -1 divided by ഇവിടെ z plus i into z minus i എന്ന് എഴുതാം. ഗുണിച്ചു കഴിഞ്ഞാൽ ഇതിനെ കിട്ടും ഇൻറ്റു dz. കാരണം ഇതെങ്ങനെ ഇങ്ങനെ എഴുതിയേ? നമുക്ക് കിട്ടിയിട്ടുള്ള രണ്ട് ഇക്വേഷൻ ഉണ്ട് അല്ലെ, z is equal to i യും z equal to -i യും. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? z minus i എന്ന് എഴുതാം അല്ലെ, equal to 0. ഇതിന് നമുക്ക് എന്ത് എഴുതാം? z plus i equal to 0 എഴുതി. ഇത് രണ്ടും ഞാൻ ഇവിടെ ഒന്നിച്ച് എഴുതിയെന്നുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ ഇനി ഏത് ടേം ആണ് സിംഗുലർ പോയിന്റ് ആയി വരുന്നത്? ഐ കൊടുക്കുമ്പോൾ ഏതാ 0 വരിക? സെഡിന് ഇവിടെ ഐ കൊടുക്കുമ്പോൾ 0 വരുമോ? ഇല്ല, ഇവിടെ ഐ കൊടുക്കുമ്പോഴാണ് 0 വരിക. അപ്പൊ അതെന്ത് ചെയ്യുക? താഴെ വെച്ചിട്ട് മറ്റേത് മുകൾക്ക് മാറ്റി എഴുതാം. അപ്പൊ ഇങ്ങനെ എഴുതാം, ഇന്റഗ്രൽ മോഡ് z minus i z സ്ക്വയർ -1 ഡിവൈഡഡ് ബൈ z പ്ലസ് i ഡിവൈഡഡ് ബൈ z മൈനസ് i. അല്ലാതെ ഇങ്ങോട്ട് എഴുതാൻ പറ്റില്ല, ചുമ്മാ ഇതെടുത്ത് ഇങ്ങോട്ട് എഴുതാൻ പറ്റില്ല. ഇതേ ഡിവൈഡഡ് ബൈ ഇത് എഴുതുക, പിന്നെ ഓൾ ഡിവൈഡഡ് ബൈ അത് തന്നെ എഴുതാം. മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് സെഡ് കിട്ടി, അതുപോലെ തന്നെ സിംഗുലർ പോയിന്റ് കിട്ടി. എന്താണ് എഫ് ഓഫ് സെഡ്? വേർ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു z സ്ക്വയർ -1 ഡിവൈഡ് ബൈ z പ്ലസ് i ഇൻറ്റു z പ്ലസ് i അല്ലെ, z പ്ലസ് i. ഇതാണ് എന്താ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് z സ്ക്വയർ -1 ഡിവൈഡ് ബൈ z പ്ലസ് i. എന്തായിരുന്നു സിംഗുലർ പോയിന്റ്? z ഈക്വൽ ടു i ആണ് സിംഗുലർ പോയിന്റ് ഇതിന്റെ അകത്ത് വരുന്നത്. therefore നമുക്ക് എഫ് ഓഫ് i കണ്ടുപിടിക്കേണ്ടി വരും. ദാറ്റ് ഈസ് i സ്ക്വയർ -1 ഡിവൈഡ് ബൈ നെക്സ്റ്റ് i പ്ലസ് i, ദാറ്റ് ഈസ് 2i. എന്താണ് i സ്ക്വയർ? ദാറ്റ് ഈസ് -1, that is -1 divided by 2i, that's equal to -2 divided by 2i. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് എന്തായി? -1 by i ആയി. therefore ഇതിന്റെ ആൻസർ എന്ത് വരും? ബൈ കോഷി ഇന്റഗ്രൽ ഫോർമുല ഇതിന്റെ ആൻസർ 2πi into f of i. കാരണം i ആണ് ഇവിടുത്തെ സിംഗുലർ പോയിന്റ്. f of i നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, that's equal to 2πi into -1 by i ക്യാൻസൽ ചെയ്യാം, that's equal to -2π. ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യന് മോഡ് z ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ദാറ്റ് ഈസ് മോഡ് z ഈക്വൽ ടു 2. എഫ് ഓഫ് z ഇതായിരുന്നു. എഫ് ഓഫ് z ഇസ് ഈക്വൽ ടു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ദാറ്റ് ഈസ് z സ്ക്വയർ -1 z square -1 divided by z minus 1 into z minus i into z square plus 1 ആയിരുന്നു അല്ലേ, z square plus 1 ആയിരുന്നു. ഇതിനെ നമ്മൾ മാറ്റി എഴുതിണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? ദാറ്റ് ഈസ് മോഡ് z ഈക്വൽ ടു 2 z സ്ക്വയർ -1 divided by z സ്ക്വയർ plus 1 dz. അപ്പോൾ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യും ഏതാണ് നമ്മുടെ സർക്കിള്. ദാറ്റ് ഈസ് 0 സെന്ററും റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിൾ അല്ലെ. ഇതാണ് i, ഇതാണ് -i. ഇവിടെ 1 2, ദാറ്റ് ഈസ് ഇത് 2i, ഇത് -2i. റേഡിയസ് 2 ആയതുകൊണ്ട് ഇതിലൂടെയാണ് പാസ് ചെയ്യുക, ദാറ്റ് ഈസ് ഇങ്ങനെ പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒരു സിംഗുലർ പോയിന്റ്, ഇതാണ് നമ്മുടെ സിംഗുലർ പോയിന്റ്. therefore ഇത് രണ്ടും അകത്താ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതുവരെ പഠിച്ചിട്ടുള്ള ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണോ? therefore നമ്മൾ ചെയ്യാൻ പോണത് ഇതിനെ, that is z square -1 divided by z plus i into z minus i. ഇതിനെ ഒന്ന് മാറ്റി എഴുതും. എങ്ങനെ മാറ്റി എഴുതും? that is ഇങ്ങനെ മാറ്റി എഴുതാം, z square -1 divided by 2i into, അല്ലെങ്കിൽ ഇത് പിന്നീട് ചെയ്യാം, ഞാൻ ജസ്റ്റ് റഫായി പറയാം, എന്നിട്ട് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പറയാം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ സ്പ്ലിറ്റ് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാന്ന് പറയും. ദാറ്റ് ഈസ് 1 divided by z minus i minus 1 divided by z plus i. ഇത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ കിട്ടും. നമുക്ക് എന്താ വേണ്ടത്? ഈ ക്വസ്റ്റ്യൻ ഇതായിരുന്നു അല്ലെ, ദാറ്റ് ഈസ് ഇന്റഗ്രൽ മോഡ് z ഈക്വൽ ടു 2 ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇത് എഴുതാം. ദാറ്റ് ഈസ് ഇതെന്താണ്? z സ്ക്വയർ -1 divided by 2i
ഇൻറ്റു 1 ഡിവൈഡ് ബൈ z മൈനസ് ഐ മൈനസ് 1 ഡിവൈഡ് ബൈ z പ്ലസ് ഐ എന്ന് എഴുതി ഇൻറ്റു ഡി സെഡ്. ഇനി എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഇതാണ് ഇനി പഠിക്കാനുള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. പിന്നെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളോട് ഡിഫൈൻ ചെയ്യാണ്ട് നമുക്ക്. ദാറ്റ് ഈസ് മോഡ് z ഈക്വൽ ടു 2. നെക്സ്റ്റ് ഇത് രണ്ടും ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ദാറ്റ് ഈസ് ഇവിടെ z സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ 2i ഇൻറ്റു z മൈനസ് ഐ ഇൻറ്റു ഡി സെഡ് അല്ലേ. നെക്സ്റ്റ് മൈനസ് എഗെയിൻ മോഡ് z ഈക്വൽ ടു 2 1 ഡിവൈഡ് ബൈ z സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2i ഇൻറ്റു ഈ ഒരു ടേം വരും അല്ലേ, ദാറ്റ് ഈസ് ഇൻറ്റു z പ്ലസ് ഐ ഡി സെഡ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സിംഗുലർ പോയിന്റ് ഏതാ, z is equal to i. ഇവിടുത്തെ സിംഗുലർ പോയിന്റോ z is equal to മൈനസ് i. അപ്പോൾ ഈ രണ്ടും ഒന്നിച്ച് വന്നപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഈ രീതിയിൽ എഴുതി. ഇനി ഇവിടുത്തെ എഫ് ഓഫ് z എന്താ, ഇതിലെ എഫ് ഓഫ് z നമ്മൾ ഇത്രയും ടേമിനെയാണ് എഫ് ഓഫ് z ആക്കി എടുക്കുക. ഇവിടുത്തെ എഫ് ഓഫ് z ഇത്രയും ടേമിനെ എഫ് ഓഫ് z ആക്കി എടുക്കും. അപ്പൊ ഇതിലെ എഫ് ഓഫ് z ഇതും ഇവിടെ z നോട്ട് എന്താണ്, സിംഗുലർ പോയിന്റ് ഐ ആണ് അല്ലെ, z ന് ഐ കൊടുക്കുമ്പോഴാണ് 0 വരുന്നത്. ഇവിടുത്തെ സിംഗുലർ പോയിന്റ് എന്താ, z ഈക്വൽ ടു അല്ലെങ്കിൽ z നോട്ട് ഈക്വൽ ടു മൈനസ് ഐ കൊടുക്കുമ്പോഴാണ് 0 വരുന്നത്. therefore ഇതിന്റെ ആൻസർ എന്ത് വരും, that is 2 pi I into f of z naught minus 2 pi I into f of z naught. ഇവിടുത്തെ f of z ഇതാണ്, ഇവിടുത്തെ f of z ഇതാണ്, ഇവിടുത്തെ z naught I ആണ്, ഇവിടുത്തെ z naught മൈനസ് ചെയ്യാം. therefore 2 pi I into ഇവിടുത്തെ f of z ഇവിടെ I കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, that is ഞാൻ കൊടുക്കുകയാണ് ഇവിടെ, that is I square minus 1 divided by 2i എന്ന് വരും. That's equal to minus 2 divided by 2i എന്ന് വരും. 2 cancel കഴിഞ്ഞാൽ minus 1 by i എന്ന് വരും. That is ഇവിടെ വരും minus 1 by i. Next minus 2 pi i into എന്താണ് f of z naught, ഇവിടെ f of z naught ഇതാ. Therefore ഇവിടെ കൊടുക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, that is z naught is equal to minus i ആണ്, ഇവിടെ മൈനസ് വരും. That is minus 1 minus 1 divided by 2 into minus i അല്ലേ, that is minus 2i. that is answer എന്ത് വരും, minus 2 divided by minus 2i എന്ന് വരും. minus 2 cancel ചെയ്യാം, that is 1 by i. ഇങ്ങനെ വന്നു. ഇതിവിടെ ഏതും cancel ചെയ്യാം, ആൻസർ എന്ത് വരും, that is minus 2 pi i, 2 pi minus 2 pi മൈനസ് again ഇവിടുത്തെ ഐയും ക്യാൻസൽ ചെയ്യാം, that is minus 2 pi. ഫൈനൽ ആൻസർ ഇവിടെ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ, ഇവിടെ ഐ ആണ് അല്ലേ, that is ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ minus 2 pi എന്ന് വരും, minus 2 pi എന്ന് വരും. നെക്സ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, that is I square, that is minus 1 divided by minus 2i, that's equal to minus 2 divided by minus 2i, that is രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ minus 1 by i വരും അല്ലേ, that's equal to 1 by i എന്ന് വരും. that's equal to 1 by 2 pi i into 1 by i, that is ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം, that's equal to minus 4 pi. ഒന്ന് ചെക്ക് ചെയ്യാണ്, ടെക്സ്റ്റ് ബുക്കിൽ 0 ആണ് ആൻസർ വന്നുള്ളത്. ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. ഇവിടുത്തെ സിംഗുലർ പോയിന്റ് മൈനസ് ഐ അല്ലേ, എനിക്ക് തോന്നുന്നു -4 pi തന്നെയാണ് ആൻസർ. ഞാൻ ചെക്ക് ചെയ്ത് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം. ക്ലിയർ ആണോ? ഒരു സിംഗുലർ പോയിന്റ് വരുമ്പോൾ എന്താ ചെയ്യാന്ന് മനസ്സിലായോ? ഒറ്റ സിംഗുലർ പോയിന്റ് നമ്മുടെ റീജിയണിൽ, ഇതാണ് നമ്മുടെ റീജിയണിൽ, ഒരു റീജിയനിൽ നമ്മുടെ റീജിയനിൽ ഒരു സിംഗുലർ പോയിന്റ് മാത്രം വരികയാണെങ്കിൽ ആൻസർ ഇതാണ്, ദാറ്റ് ഈസ് ഇതിന്റെ ആൻസർ എഫ് ഓഫ് z ഡിവൈഡ് ബൈ z മൈനസ് z നോട്ട് ഡി സെഡ്. ഇതിന്റെ ആൻസർ 2 pi i ഇൻറ്റു എഫ് ഓഫ് z നോട്ട്. അത് ക്ലിയർ ആണോ? ഈ എഫ് ഓഫ് z എന്താണ് മനസ്സിലാവണം, ഏതാണോ അനലിറ്റിക് ഭാഗം അതാണ് എഫ് ഓഫ് z നോട്ട്, എഫ് ഓഫ് z ഏതാണോ സിംഗുലർ പോയിന്റ് അതാണ് z നോട്ട്. അപ്പോൾ നമ്മൾ ചെയ്യാനൊന്നും നിൽക്കണ്ട, എഫ് ഓഫ് z നോട്ട് എന്താ കണ്ടുപിടിക്കുക, എന്നിട്ട് അതും 2 pi i യും എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ, അതേപോലെ നമ്മുടെ റീജിയണിൽ ഒരു സിംഗുലർ പോയിന്റും ഇല്ലെങ്കിലോ അതിന്റെ ആൻസർ 0 ആണ്. അതും ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ, ദാറ്റ് ഈസ് ഇന്റഗ്രൽ മോഡ് z ഈക്വൽ ടു 3 1 divided by 2z minus 1 dz. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? പെട്ടെന്ന് പറഞ്ഞേ.
ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഏതാണ് നമ്മുടെ സിംഗുലർ പോയിന്റ്? ഏതാ സിംഗുലർ പോയിന്റ്? സെഡിന് എന്ത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 0 വരിക? അതാണ് സിംഗുലർ പോയിന്റ്. ദാറ്റ് ഈസ് സെഡ് ഈക്വൽ ടു 1 ഒരു സിംഗുലർ പോയിന്റാ. സെഡ് ഈക്വൽ ടു 1 ഒരു സിംഗുലർ പോയിന്റാ. ഇനി രണ്ടാമത്തേത് ഏതാണ് നമ്മുടെ റീജിയൻ? റീജിയൻ നോക്കുമ്പോൾ സെന്റർ 0യും റേഡിയസ് 3യും ആയിട്ടുള്ള സർക്കിൾ 3യുടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും 1 ഇതിന്റെ അകത്ത് വരാം. അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ഷാമില, അത് അനലിറ്റിക് അല്ലല്ലോ. ഇത് അനലിറ്റിക് അല്ല. ഒരു പോയിന്റ് സിംഗുലർ പോയിന്റ് നമ്മുടെ അകത്ത് കിടക്കുന്നുണ്ട്. അഥവാ എഫ് ഓഫ് സെഡ് ഒരു സിംഗുലർ പോയിന്റ് നമ്മുടെ റീജിയന്റെ അകത്ത് കിടക്കുന്നത്. അനലിറ്റിക് അല്ല. അപ്പൊ 0 എന്ന് എഴുതാൻ പറ്റില്ല. പിന്നെ നമുക്ക് എന്ത് എഴുതാം? ഒരു സിംഗുലർ പോയിന്റേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? ഷമല എന്തായിരുന്നു? നഫിദ എഫ് ഓഫ് സെഡ് 1 ആണ്. പിന്നെ എഫ് ഓഫ് സെഡ് നോട്ട് ഇവിടെ ഏതാ? എഫ് ഓഫ് സെഡ് എന്താ? 1 അല്ല, എഫ് ഓഫ് സെഡ് 1 അല്ല. എപ്പോഴും നോക്ക്, ഞാൻ ഇങ്ങനെ എഴുതിണ്ടായിരുന്നു. എന്റെ തൊട്ട് മുകളിൽ നോക്ക് എങ്ങനെ എഴുതിണ്ടായിരുന്നേ. താഴെ എന്ത് മാത്രം, ഈ ടേം മാത്രമേ ഉള്ളൂ. സെഡ് മൈനസ് സെഡ് നോട്ട് മാത്രമേ ഉണ്ടാകാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ എന്തുണ്ട്, ഒരു 2 കിടക്കണ്ടല്ലോ. ഇതിനെ എങ്ങനെ മാറ്റി എഴുതണം? ദാറ്റ് ഈസ് മോഡ് സെഡ് ഈക്വൽ ടു 3 1/2 ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 1 എങ്ങനെ എഴുതണം? ഓക്കെ. അപ്പോ എഫ് ഓഫ് സെഡ് 1/2. എഫ് ഓഫ് സെഡ് 1/2. സെഡ് നോട്ട് എന്താ? സെഡ് നോട്ട് ഈക്വൽ ടു സെഡ് നോട്ട് സിംഗുലർ പോയിന്റാ. സെഡ് നോട്ട് 1 അല്ലേ? സെഡ് നോട്ട് 1. therefore എഫ് ഓഫ് 1 എന്താ? എഫ് ഓഫ് 1 ഇത് 2 ആണ്. എഫ് ഓഫ് 1 എന്താ നഫിദ? 1/2 അല്ലേ? എഫ് ഓഫ് 1/2. കാരണം ഇത് കോൺസ്റ്റന്റ് ഫംഗ്ഷനാ. സെഡ് ഇവിടെ ഡിപെൻഡ് ചെയ്യില്ലെങ്കിൽ ഇവിടെ എന്ത് കൊടുത്തു കഴിഞ്ഞാൽ 1/2 ആണ്. therefore ഇതിന്റെ ആൻസർ വരും ദാറ്റ്സ് ഈക്വൽ ടു 2πi into 1/2 വരും. 2πi into 1/2 വരും. 2 1/2 is pi i ആൻസർ വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. അടുത്തത് എന്നാൽ ഞാൻ ചോദിക്കാണ്, കാരണം നമുക്ക് ക്ലിയർ ആവും. പക്ഷെ അടുത്ത ക്വസ്റ്റ്യൻ വരും വീണ്ടും നമ്മൾ അധികം ചിന്തിക്കുമ്പോൾ വീണ്ടും കൺഫ്യൂഷൻ വരും. അത് ക്ലിയർ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടായിരിക്കും. പക്ഷെ പ്രോബ്ലം ഒരുപാട് ചെയ്താലേ ഇനി കംപ്ലീറ്റ് പെട്ടെന്ന് ക്ലിക്ക് ആവുള്ളൂ. നെക്സ്റ്റ് ദാറ്റ് ഈസ് അടുത്ത ക്വസ്റ്റ്യൻ. മോഡ് സെഡ് ഈക്വൽ ടു 2 z സ്ക്വയർ ഡിവൈഡ് ബൈ 2z പ്ലസ് 1 dz. എന്താ ഇതിന്റെ ആൻസർ? ഇതിന്റെ ആൻസർ എന്താ? നിത്യ? സാറേ ഇവിടെ എഫ് ഓഫ് സെഡ് സെഡ് സ്ക്വയർ ബൈ 2 അല്ലേ വരിക? എഫ് ഓഫ് സെഡ് ആദ്യം ചെയ്യണം. ആദ്യം സിംഗുലർ പോയിന്റ് ഒക്കെ അറിയണം. അപ്പോഴേ നമ്മൾ എഫ് ഓഫ് സെഡ് നമ്മൾ എഴുതാൻ പറ്റുമോ. ആദ്യം എന്താ സിംഗുലർ പോയിന്റ്? സെഡ് ഇസ് ഈക്വൽ ടു -1. ഇനി നമ്മുടെ റീജിയൻ ഏതാണ്? ദാറ്റ് ഈസ് റീജിയൻ 2 റേഡിയസ് ആയിട്ടുള്ള സർക്കിൾ. therefore നമ്മുടെ റീജിയന്റെ അകത്താണ് -1 വരുന്നത്. therefore ഈ 2നെ മുകളിലേക്ക് എടുക്കണം. എഫ് ഓഫ് സെഡ് എന്താ? എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു z സ്ക്വയർ ഡിവൈഡ് ബൈ 2. എന്താണ് z നോട്ട്? z നോട്ട് ഇസ് ഈക്വൽ ടു -1. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് -1 എന്താ? -1 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു 1/2. therefore നമ്മുടെ ആൻസർ 2πi into 1/2. 2 ക്യാൻസൽ ചെയ്യാം. again pi i. ക്ലിയർ ആണോ? സാറേ ക്ലിയർ ആ. ഇനി റിപ്പീറ്റ് ചെയ്യണോ? ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? ഇനി പ്രോബ്ലം ചെയ്യണ്ടല്ലോ. ഇനി ഈ ഒരു ഭാഗത്തെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അതിന്റെ മുന്നേ ജനറൽ എഴുതിങ്ങാണ്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ. ഇനി അടുത്ത ഇന്നലെ ഞാൻ 2 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടി ഞാൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. apply Cauchy theorem to show that integral f of z along the c is 0.
അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളോട് മാക്സിമം ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാം, ആൻസർ പറയാം. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ടാൻ സെഡ് ആയിരുന്നു. അതുപോലെ തന്നെ സി തന്നുള്ളത് മോഡ് സെഡ് ഈക്വൽ ടു 1. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ സെഡ് സ്ക്വയർ. സി തന്നുള്ളത് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് y minus 5 whole square divided by 4 equal to 1. ഓക്കെ, അപ്പൊ ഇനി ഫസ്റ്റ് എന്ത് ചെയ്യണം? എഫ് ഓഫ് സെഡ് തന്നിട്ടുണ്ട്, മോഡ് സെഡ് ഇസ് ഈക്വൽ ടു 1 തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1 റേഡിയസ് ഉള്ള സർക്കിൾ ആണ് തന്നുള്ളത്. ഇനി എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ടാൻ സെഡ് ആയതുകൊണ്ട് ഇതിന്റെ സിംഗുലർ പോയിന്റ് എന്താ? ടാൻ സെഡ്. ടാൻ സെഡ് ഇസ് ഈക്വൽ ടു സൈൻ സെഡ് ഡിവൈഡ് ബൈ കോസ് സെഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു കോസ് സെഡിന്റെ സീറോസ്. എന്താണ് കോസ് സെഡിന്റെ സീറോസ്? 2n + 1 പൈ ബൈ 2. അപ്പൊ ഏതൊക്കെ പൈ ബൈ 2 വരും? ദാറ്റ് ഈസ് എന്നിന് 0 കൊടുക്കാം. എന്നിന് 0 കൊടുക്കുമ്പോൾ ഒരു പൈ ബൈ 2 വരും. എന്നിന് അടുത്ത 1 കൊടുക്കുമ്പോൾ 3 പൈ ബൈ 2 വരും അല്ലെ. എന്നിന് 2 കൊടുക്കുമ്പോൾ 5 പൈ ബൈ 2 വരും. ഇതൊക്കെ സീറോസ് ആണ്. അതേപോലെ ഇതിന് നെഗറ്റീവ് അല്ലെ, നെഗറ്റീവ് 1 കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് മൈനസ് പൈ ബൈ 2 വരും. നെക്സ്റ്റ് -3 പൈ ബൈ 2 വരും. എന്നാൽ പൈ ബൈ 2 പറഞ്ഞു കഴിഞ്ഞാൽ 3.14 ഡിവൈഡ് ബൈ 2 ആണ്. അതെന്തായാലും 1നേക്കാൾ കൂടുതലാണ് അല്ലെ. പക്ഷെ ഇവിടെ നമ്മൾ റേഡിയസ് എന്തായിരുന്നു? 1 ആയിരുന്നു. ദാറ്റ് ഈസ് നമ്മൾ എല്ലാ സീറോസും നമ്മുടെ പുറത്താണ് കിടക്കുന്നത്. ഇവിടെ ഏത് പൈ ബൈ 2 3.14 ഡിവൈഡ് ബൈ 2 ആണ് അല്ലെ. 3 പൈ ബൈ 2 പറഞ്ഞല്ലോ, ഇതേ ഇൻറ്റു പിന്നെ എന്തായാലും ഇങ്ങോട്ട് വരുള്ളൂ. അപ്പൊ പൈ ബൈ 2 ഇവിടെ കിടക്കുന്നു, മൈനസ് പൈ ബൈ 2 ഇവിടെ കിടക്കുന്നു. ബാക്കി എല്ലാ ടേമും ഇതിന്റെ പുറത്താണ്. ടാൻ സെഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരു സിംഗുലർ പോയിന്റ് ഇല്ല. ദെർഫോർ ഇന്റഗ്രൽ ടാൻ സെഡ് ഓവർ ദി സി ഡി സെഡ് ഈക്വൽ ടു 0 ആണ്. ക്ലിയർ ആണോ? സാറേ ക്ലിയർ ആണ്. കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇന്നലെ? ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യന് ജസ്റ്റ് ഒരു ഇൻഡക്ഷൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 5 ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു 1 അല്ലെ. ഒരു എന്താ എലിപ്സ് ആണ് എന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ടത് ഇവിടുത്തെ സിംഗുലർ പോയിന്റ് 0 ആണ്. ആ 0 അകത്താണോ പുറത്താണോ? ദാറ്റ് ഈസ് z ഈക്വൽ ടു 0 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സ് പ്ലസ് ഐ ഇൻറ്റു 0 എന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സിനും വൈക്കും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 കിട്ടുകയാണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? എക്സിനും 0ക്കും ദാറ്റ് ഈസ് എലിപ്സ് ഇങ്ങനെ കിടക്കുന്നത് ഇവിടുത്തെ ഒരു എലിപ്സാണ്. അപ്പൊ എക്സിനും വൈക്കും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 കിട്ടുകയാണെങ്കിൽ ഈ എലിപ്സിലെ ഒരു പോയിന്റ് ആണ് എന്ത്? z. അപ്പോൾ എക്സ് പറഞ്ഞ z പറഞ്ഞ 0 പ്ലസ് ഐ വൈ ആണ്. അപ്പൊ z സീക്വൽ നമുക്ക് എന്താ അറിയണ്ടേ? ഈ z ഈ ഒറിജിൻ എന്നുള്ളത് ഇതിന്റെ അകത്താണോ പുറത്താണോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് എലിപ്സിന്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ഇതിലെ ഓരോ പോയിന്റും എന്താണ്? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടുകയാണെങ്കിൽ എലിപ്സിലാണ്. ഇനി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ എലിപ്സിന്റെ പുറത്താണ്. ലെസ് ദാൻ 0 ആണെങ്കിലോ എലിപ്സിന്റെ അകത്താണ്. നമുക്ക് ചെയ്ത് നോക്കാം. ഗ്രേറ്റർ ദാൻ 1 ആണോ ലെസ് ദാൻ 1 ആണോ ഈക്വൽ ടു 1 ആണോ ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വരും. ദാറ്റ് ഈസ് 0 മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് 5 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു 1 ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത്. ഈക്വൽ ടു 1 എന്ന് എഴുതരുത്. 1 ആണെങ്കിൽ എലിപ്സിൽ, 1നേക്കാൾ ചെറുതാണെങ്കിൽ എലിപ്സിന്റെ അകത്ത്, 1നേക്കാൾ വലുതാണെങ്കിൽ എലിപ്സിന്റെ പുറത്ത്. ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 4 വരും. ഇവിടെ 25 ഡിവൈഡ് ബൈ 4 വരും. ദാറ്റ്സ് ഈക്വൽ ടു എന്തായാലും ഇവിടെ ഈ 4 ആണ്. അതിന്റെ കൂടെ വീണ്ടും ഒരു പോസിറ്റീവ് നമ്പർ കൂട്ടുന്നത്. ദെർഫോർ ഇത് ഗ്രേറ്റർ ദാൻ 1 ആണ്. അതെന്തായാലും പുറത്താണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ 0 എന്നുള്ളത് പുറത്താണ് കിടക്കുന്നത്. ദെർഫോർ എന്താണ്? നമ്മുടെ ഈ എലിപ്സ് ഇത് കർവ് സി, ആ കർവിന്റെ അടുത്തുള്ള ഈ ഫംഗ്ഷൻ z ഈക്വൽ ടു 0 എന്നുള്ളത് പുറത്താണ് കിടക്കുന്നത്. ദെർഫോർ ഇന്റഗ്രൽ 1 ഡിവൈഡ് ബൈ z സ്ക്വയർ dz ഈക്വൽ ടു 0 ആണ്. മനസ്സിലായോ? മനസ്സിലായി സർ. നിത്യ മനസ്സിലായോ? സാറേ മനസ്സിലായി. മനസ്സിലായി സർ. കുറച്ച് സ്ലോയിലാണ് എടുത്തുള്ളത്, പക്ഷെ ഒരുപാട് കൺസെപ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്പീഡിൽ നമ്മൾ മാക്സിമം പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈ 2 ക്ലാസ് ഞാൻ ഈ രീതിയിൽ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ കാര്യവും നിങ്ങൾ വൃത്തിയായി പഠിക്കുക. നാളത്തെ ക്ലാസ് ഞാൻ പറയാം. ഓക്കെ, ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും വൃത്തിയായി പഠിക്കുക. ഇത് വൃത്തിയായി പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടോപ്പിക്ക് നിങ്ങൾക്ക് സ്മൂത്ത് ആയി പോകാൻ പറ്റുള്ളൂ.
ഓക്കെ, റെക്കോർഡിങ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, എല്ലാവരോടും കാണാൻ പറയാം, നമ്മുടെ ഈ ബാച്ചിലെ എല്ലാവരുടെയും കാണാൻ പറയാം. ഓക്കെ 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 സർ.